ഹായ് മകളെ, അങ്ങനെ ഓണം എക്സാം ഒക്കെ കഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയായിരിക്കും പല കുട്ടികളും. ഹിന്ദി എക്സാം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉറപ്പാണ് നിങ്ങളുടെ എക്സാം ലാസ്റ്റത്തെ എക്സാം കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ ഉള്ളിലുള്ള വലിയൊരു ഭാരം തന്നെ നിങ്ങൾ ഇറക്കി വെക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ആ കുട്ടിയുടെ എക്സാം സമയങ്ങളിലാണ്. ഈ രാത്രികളിലൊക്കെ നിങ്ങൾ അത്രയധികം എത്ര എളുപ്പമാണെന്ന് പറഞ്ഞാലും ടെൻഷൻ ഒരു കുറവില്ലാതെ രാത്രികളാണ് നിങ്ങൾ കടന്നുപോയത്. ഉറക്കമൊഴിച്ചൊക്കെ നിങ്ങൾ പഠിച്ച സമയം, ഉറക്കമൊഴിച്ചൊക്കെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച സമയം, അതൊക്കെ ഞങ്ങൾ വീണ്ടും ഓർത്തുകൊണ്ട് നമുക്കൊരു സക്സസ് സെലിബ്രേഷൻ നടത്തേണ്ടതുണ്ട്. അതായത് ഈ ഓണത്തിന് ഒരു കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇവിടെ മക്കളെ 5 പേർക്ക് ടാബ്ലറ്റ് ആണ് നമ്മൾ നൽകാൻ പോകുന്നത്. അത് നാളെ നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യശാലികൾ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ, നാളെ രാത്രിയാണ്, അതായത് നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് നാളത്തെ ഒരു രാത്രി കൂടി നിങ്ങൾ ഒരു പബ്ലിക് ലൈബ്രറിയിലേക്ക് വരിക. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നടക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മുടെ നാളത്തെ സക്സസ് സെലിബ്രേഷൻ്റെ ആ ഒരു ലിങ്ക് നിങ്ങളുടെ 5 ഫ്രണ്ട്സിന് നിങ്ങൾ എന്താക്കണം, ഷെയർ ചെയ്യണം. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നാളെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ലൈവ് കഴിഞ്ഞതിന് ഉടനെ തന്നെ നമുക്ക് എന്താക്കാം, നമുക്ക് ആ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ വെറുതെ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നമുക്കൊന്ന് എൻ്റർടൈൻ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഭാരം ഇറക്കി വെച്ചത് നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടീച്ചേഴ്സും വെയിറ്റ് ചെയ്യുന്നത്. സോ നാളെ നമ്മളെല്ലാ ടീച്ചേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സക്സസ് സെലിബ്രേഷൻ ആണ്. എല്ലാ ഫ്രണ്ട്സും വരിക, മറന്നു പോകേണ്ട. എല്ലാ കുട്ടികൾക്കും ഓണസമ്മാനം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് സ്പെഷ്യലായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വരിക. പിന്നെ എല്ലാ ഫ്രണ്ട്സിനോടും വരാനും പറയുക കേട്ടോ. അപ്പോൾ സൈലത്തിൻ്റെ SSLC ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ രാത്രി കൃത്യം 7:30 കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.